ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അനുഗ്രഹീതമായ പരിശുദ്ധമായ റമളാന് മുന്നോടിയായി സ്വന്തം ദേഹേച്ഛയെ ദൈവേച്ഛയിലേക്ക് അടിയറ വയ്ക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തന്ന രണ്ട് അനുഗ്രഹീതമായ മാസമാണ് റജബും ശഅബാനും. അതിലെ അനുഗ്രഹീതമായ റജബ് മാസത്തിലാണല്ലോ നാം ഇന്ന് നിലകൊള്ളുന്നത്. ഈ ഒരു മാസം പവിത്രമായതാണ്. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു സംഭവമാണ് ഇസ്റാഉം മിഅ്റാജും എന്നത്. എന്താണ് ഇസ്റാഉം മിഅ്റാജും എന്ന് നാം മനസ്സിലാക്കണം. ഇതൊരു യാത്രയാണ് മുഅ്മിനീങ്ങളെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു അത്ഭുതങ്ങളുടെ കലവറയായ ഒരു അത്ഭുതകരമായ ഒരു പ്രയാണം, ഒരു യാത്രയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. യാത്രകൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ, മനസ്സുകളെ മാറ്റിത്തിരിക്കുന്നതാണ് യാത്രകൾ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം യാത്രകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യന്റെ മാനസിക വിഷമങ്ങൾക്കൊരു പരിഹാരമാണ് യാത്ര എന്ന് പറയുന്നത്. ഒരു വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും ഒരു യാത്ര പോകുമ്പോൾ അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും ചെറുതൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുവിൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് നമ്മുടെ കൈകളിലുള്ള ഗാലക്സികളിലോ ഫോണുകളിലോ ഒന്നുമല്ല. പിന്നെയോ ഫിൽ അർളി, അത് ഭൂമിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യാനാണ് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നത്. യാത്രയെ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഹലാലായ യാത്രയായിരിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു വിഷമത്തിലും പ്രയാസത്തിലും കഴിഞ്ഞുകൂടിയ നമ്മുടെ ഹബീബായ തങ്ങള് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കലും കൂടിയാണ് ഈ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ യാത്ര. ഇസ്ലാമിക പ്രബോധന വഴിയിൽ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊണ്ട രണ്ട് പ്രധാന വ്യക്തികളായിരുന്നു അബൂ താലിബും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹായും. പുറമേ നിന്ന് വരുന്ന അക്രമങ്ങൾക്ക് അബൂ താലിബ് പ്രതിരോധം തീർത്തപ്പോൾ അകമേ തണലായി നിലകൊണ്ടിരുന്നത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആയിരുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഒരു സാലിഹായ ഒരു ഭാര്യ എന്ന് പറയുന്നത് അത് തന്റെ ഭർത്താവിനൊരു ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, ഒരു സാലിഹത്തായ ഒരു ഭാര്യയുടെ അടയാളമാണ്. തന്റെ ഭർത്താവിനൊരു ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള് ജീവിതത്തിൽ കടന്നു വരുമ്പോ ആ ഭർത്താവിന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഭാര്യ